വയനാടൻ വ്ലോഗർക്കും മല്ലു ഫാമിലി സുജിനുമെല്ലാം പൂട്ടുവീണിരിക്കുകയാണ്. നിരന്തരമായി തങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ അനധികൃതമായി പ്രവർത്തിക്കുന്ന ബെറ്റിംഗ് ആപ്പുകളെയും ഗെയിമിംഗ് ആപ്പുകളെയും പ്രൊമോട്ട് ചെയ്തതിന് പിന്നാലെയാണ് കേരള പോലീസ് ഇവർക്കെതിരെ കടുത്ത നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഏറെ പ്രചാരമുള്ള തങ്ങളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകളിലൂടെ ചതിക്കുഴികൾ നിറഞ്ഞ ബെറ്റിംഗ് ആപ്പുകളെയും ഗെയിമിംഗ് ആപ്പുകളെയും അവരുടെ ഫോളോവേഴ്സിന് മുന്നിൽ നല്ലതായി ചിത്രീകരിക്കുകയായിരുന്നു ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ്. ഇതിന് പിന്നാലെയാണ് അനധികൃതമായി ഇവ പ്രൊമോട്ട് ചെയ്ത വയനാടൻ വ്ലോഗറുടെയും മല്ലു ഫാമിലി സുജിന്റെയും ഫഷ്മിന സാക്കറിന്റെയും ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾക്ക് കേരള പോലീസ് പൂട്ടിട്ടത്. ആപ്പുകളിൽ നിന്ന് പ്രൊമോഷനായി വൻ തുക കൈപ്പറ്റിയ ശേഷം തങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നേട്ടങ്ങളെല്ലാം ഈ ആപ്പിലൂടെ ഗെയിം കളിച്ചുണ്ടാക്കിയതാണെന്ന തരത്തിലായിരുന്നു ഇവർ ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ പങ്കുവച്ചിരുന്നത്. നേരത്തെ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് ഇത്തരത്തിൽ ഗ്ലാബിംഗ് ആപ്പുകളെ പ്രൊമോട്ട് ചെയ്യുന്നതായി ചൂണ്ടിക്കാട്ടി എസ് അഭിജിത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തി രംഗത്ത് വന്നിരുന്നു. നേരത്തെ സമാനമായ രീതിയിൽ തട്ടിപ്പ് നടത്തിയ മഹാദേവ് ആപ്പ്, ഫൈവിൻ തുടങ്ങിയവർക്കെതിരെയും എൻഫോഴ്സ്മെന്റ് വകുപ്പ് നടപടിയെടുത്തിരുന്നു. ആഗോളതലത്തിൽ 400 കോടിയോളം രൂപ ആപ്പിലൂടെ തട്ടിയെടുത്തെന്നായിരുന്നു ഫൈവിൻ ആപ്പ് പറഞ്ഞത്. മിനി ഗെയിമുകൾ കളിച്ച് എളുപ്പത്തിൽ പണം സമ്പാദിക്കാനുള്ള അവസരം ഉപയോക്താക്കൾക്ക് വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഫൈവിൻ ആപ്പ് ശ്രദ്ധ നേടിയത്. ആപ്പിലൂടെ എത്തുന്ന ഫണ്ടുകൾ ക്രിപ്റ്റോ അക്കൗണ്ടുകളിലേക്ക് മാറ്റിയെന്നാണ് ഇഡി കണ്ടെത്തിയത്. അഡ്വക്കേറ്റ് ജിയാസ് ജമാലിന്റെ പരാതിയിൽ നേരത്തെ സൈബർ പോലീസ് എടുത്ത കേസിന് പിന്നാലെയാണിപ്പോൾ കേരള പോലീസ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. സൈബർ സെല്ലിന്റെ ഇടപെടലിനെ തുടർന്ന് അനധികൃതമായി ആപ്പുകളെ ഇൻസ്റ്റഗ്രാമിലൂടെ പ്രചരിപ്പിച്ച നിരവധി അക്കൗണ്ടുകൾ നിലവിൽ ലഭ്യമല്ല. നേരത്തെ അനധികൃത ആപ്പുകളിൽ ചിലത് ഇന്ത്യയിൽ നിരോധിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഓൺലൈൻ ഗെയിമിംഗ് ആപ്പുകളെ പ്രൊമോട്ട് ചെയ്യുന്ന തരത്തിൽ വീഡിയോ പങ്കുവച്ച വ്യക്തികളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടുകൾക്കെതിരെ നടപടി ഉണ്ടായത്.